എറണാകുളം തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപികയായ സിസ്റ്റർ ലിസി ചക്കാലക്കൽ FMM. മാള മേലടൂർ ഇടവകയിൽ മാളിയക്കൽ ചക്കാലക്കൽ കുടുംബത്തിൽ ജനിച്ചു. ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ കാലമായപ്പോൾ ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി എന്ന സന്യാസ സഭയിൽ അംഗമായി. സഭയുടെ നിർദ്ദേശത്തോടെ അധ്യാപികയായി ആരംഭിച്ച ഔദ്യോഗിക ജീവിതം കുടുംബ പ്രേഷിത പ്രവർത്തനങ്ങളിലും നിതാന്ത പ്രാർത്ഥനയിലും സാർത്ഥകമായ സമർപ്പിത ജീവിതം. വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശന വേളയിൽ പല വിദ്യാർത്ഥികളുടെയും പഠന നിലവാരം കുറയുന്നതിന് കാരണം അവരുടെ ദാരിദ്ര്യവും പരിമിതമായ സാഹചര്യങ്ങളുമാണെന്ന് വേദനയോടെ തിരിച്ചറിഞ്ഞു. അവർ ലേഡീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ അച്ഛന്റെ മരണം അനാഥമാക്കിയ ഒരു വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് നിരവധി പേരുടെ സഹകരണത്തോടെ പുത്തൻ വീട് നിർമ്മിച്ചു നൽകിയത് വഴിത്തിരിവായി. പിന്നീടങ്ങോട്ട് ഹൗസ് ചാലഞ്ച് എന്ന പദ്ധതിയിലൂടെ ഭവനമില്ലാത്തവർക്കെല്ലാം സ്വന്തമായൊരു വീട് എന്ന സ്വപ്നത്തിന്റെ പുറകെയാണ് ഈ സന്യാസിനി. സുരക്ഷിതമായൊരു ഭവനമില്ലാതെ വന്നാൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിടുന്നത് സ്ത്രീകളാണെന്ന് വ്യക്തമായി അറിയുന്നവരാണ് ഇവർ. അതുകൊണ്ടുതന്നെ നിരാലംബരായ സ്ത്രീകളുള്ള കുടുംബങ്ങൾക്കാണ് കൂടുതൽ വീടുകളും നിർമ്മിച്ചു നൽകിയത്. ഇതിനോടകം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഏകോപിപ്പിച്ച് 50-ലധികം ഈടുറ്റ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാൻ സിസ്റ്റർ ലിസി ചക്കാലക്കലിനും സംഘത്തിനും സാധിച്ചു. സന്യാസ സമർപ്പണം സാമൂഹിക പ്രതിബദ്ധതയുടെ സുവിശേഷമാക്കി മാറ്റിയ ഒരു സന്യാസിനിയാണ് സിസ്റ്റർ ലിസി ചക്കാലക്കൽ. വളരെ പ്രത്യേകമായി വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ പാഠങ്ങൾ തനതായ ശൈലിയിലൂടെ ആവിഷ്കരിക്കുന്ന വ്യക്തിയാണ് സിസ്റ്റർ ലിസി. സിസ്റ്ററിൻ്റെ വളരെ മനോഹരമായൊരു പ്രോജക്റ്റാണ് ഹൗസ് ചാലഞ്ച് പ്രോജക്റ്റ്. പാവപ്പെട്ട കൊച്ചുമക്കൾക്ക് വീടില്ല എന്നുള്ള അവസ്ഥാവിശേഷത്തിൽ നിന്ന് കൂടെ നിൽക്കാൻ താനും തൻ്റെ സ്കൂളുമായി ബന്ധപ്പെട്ടവരും ചുറ്റുപാടുമുള്ള നല്ല മനുഷ്യരും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യവും അതിലൂടെ നന്മയുടെ വീട് പണിയുന്ന ഒരു സംസ്കാരവും ആവിഷ്കരിച്ചു എന്നുള്ളതാണ് സിസ്റ്ററിൻ്റെ വലിയ പ്രത്യേകത. അത് തനിച്ചുള്ള ഒരു തുരുത്തിൻ്റെ അനുഭവമല്ല, പിന്നെയോ കൂട്ടായ ഒരു സംരംഭമായിരുന്നു സിസ്റ്ററിൻ്റെ ഈ ഹൗസ് ചലഞ്ച് തീർത്ഥയാത്ര. വിവിധങ്ങളായിട്ടുള്ള വ്യക്തികൾ, സന്നദ്ധ സംഘടനകൾ, സന്യാസ സമൂഹങ്ങൾ എന്നുവേണ്ട സിസ്റ്ററുമായി ബന്ധപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, അവരുടെ മാതാപിതാക്കൾ, അവരെല്ലാവരെയും കോർത്തിണക്കി ആവിഷ്കരിച്ച മനോഹരമായൊരു ദൃശ്യമാണ് ഈ ഹൗസ് ചാലഞ്ച് പ്രോജക്റ്റ്. അതുവഴിയായിട്ട് ഞാൻ കണ്ട പ്രധാനപ്പെട്ട കാര്യം, ഭാവി തലമുറയെ സാമൂഹിക അവബോധത്തിൽ വളർത്താൻ സിസ്റ്റർ രൂപം കൊടുത്ത ഒരു വിദ്യാഭ്യാസ ശൈലി ഉപദേശത്തേക്കാൾ ഉപരിയായി പ്രാവർത്തികമായ ശൈലിയിലൂടെ കൊച്ചുമക്കൾക്ക് സാമൂഹിക അവബോധവും മറ്റുള്ളവർക്ക് നന്മയുടെ സുവിശേഷമാകാനുള്ള അഭിവാഞ്ചയും പ്രതിബദ്ധതയും പകരുവാൻ സാധിച്ചതിൽ സിസ്റ്റർ ലിസിക്ക് ആനന്ദിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ കൊച്ചിയിലെ ഒരു മദർ തെരേസയായിട്ട് പോലും സിസ്റ്റർ ലിസിയെ ചിത്രീകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. സിസ്റ്റർ ഇപ്പോൾ ഏതാണ്ട് 50-ലധികം വീടുകൾ പൂർത്തിയാക്കി. ഏറ്റവും ആദ്യം പണിത വീട്
അത് പണിയാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു അധ്യാപികയായിട്ട് ആദ്യം തിരുവനന്തപുരത്താണ് പോയത്. തിരുവനന്തപുരം ലൂർദ്പുരം സ്കൂൾ എന്ന് പറഞ്ഞതും അവിടെ ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടായിരുന്നു ആ പ്രദേശത്ത്. അത്തരത്തിലുള്ള കുടുംബങ്ങൾ, ഭവനരഹിതരായിട്ട് ഒത്തിരി കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ BCCയിലൂടെ ഞാൻ കുടുംബ യൂണിറ്റുകളിൽ ആക്റ്റീവായിരുന്നു, പ്രവർത്തനമായിട്ട് വിസിറ്റിങ്ങിനൊക്കെ പോയായിരുന്നു, ഭവന സന്ദർശനത്തിൽ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ഒരു BCC യൂണിറ്റിൻ്റെ മീറ്റിങ്ങിന് ഒരു യൂണിറ്റിൽ ചെന്നപ്പോൾ ആ വീട് ഒരു വളരെ ശോചനീയമായ അവസ്ഥയിൽ ഒരു വയസ്സായ ഒരു അമ്മച്ചി ഇരിക്കുന്നു. ആ വീടിനകത്ത് കയറിയിരുന്ന് ഞങ്ങൾക്ക് ഈ മീറ്റിംഗ് കൂടാൻ പറ്റുന്നില്ല, പുറത്തിരുന്നുകൊണ്ടാണ് നമ്മൾ കൂടുന്നത്. അപ്പോൾ ഒരു ചെറിയ വളരെ ഒത്തിരി ഒരു എന്താ പറയുക അസൗകര്യങ്ങളുള്ള ഒരു കൂരയായിരുന്നു. അപ്പോൾ ഈ അമ്മച്ചി പുറത്തിരിക്കുന്നു, ഞങ്ങളെല്ലാവരും പുറത്തിരിക്കുന്നു. അപ്പോൾ യൂണിറ്റിൽ അന്ന് ഇടവകയിൽ ക്രിസ്മസിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഇടവകയിലുള്ള കൗൺസിലേഴ്സ്, പ്രധാന വ്യക്തികളൊക്കെ അവിടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ വചനം പങ്കുവെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നമ്മുടെ ഇന്നത്തെ ഈ BCC പ്രാർത്ഥനയും ഈ വചന പങ്കുവയ്ക്കലിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം ആക്കണമെങ്കിൽ, ചുമ്മാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഇതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എന്തെങ്കിലും കർമ്മം ചെയ്തെങ്കിൽ പ്രവർത്തനത്തിലൂടെ നമുക്കത് ഈ നമ്മൾ പറയുന്ന ഈ വചന പ്രഘോഷണവും കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ആക്ഷൻ പ്ലാനായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യണം നമ്മുടെ യൂണിറ്റിൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ അമ്മച്ചി ഇരിക്കുന്നത്, ഈ അമ്മച്ചിക്ക് അകത്ത് കയറ്റി നമ്മളിരുത്തി ഒരു മീറ്റിംഗ് കൂടാനായിട്ട്, ഈ കൂട്ടായ്മ കൂട്ടാനായിട്ട് സാധിക്കുന്നില്ല. ഒട്ടും സൗകര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഈ അമ്മച്ചി. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയത് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് അർത്ഥവത്താകണമെങ്കിൽ യേശുനാഥൻ്റെ വചനം മാംസമായി എന്ന് അനുഭവിച്ചറിയുന്നത് പങ്കുവയ്ക്കലിലൂടെ. അതിന് നമുക്ക് ഉദാഹരണമായിട്ട് ഇതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട് നമുക്ക് അടുത്ത ക്രിസ്മസ് വരുമ്പോഴേക്ക് ഈ അമ്മച്ചിക്ക് ഒരു സൗകര്യമായിട്ടുള്ളൊരു ഭവനം നിർമ്മിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഒരു വചന പ്രഘോഷണം. അപ്പോൾ നമുക്കത് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു വെല്ലുവിളിയായിട്ട് ഇത് മുമ്പിലിട്ടു. അവരെന്ന് പറഞ്ഞാൽ സാധാരണ കൂലിപ്പണിക്കാരാണ്, ഈ കൽപ്പണിക്കാരും ഇതുമായിട്ടുള്ളൊരു യൂണിറ്റും അവിടെയുള്ളവരാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് ദുരിതമനുഭവിക്കുന്നതാണ്, പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയായിരുന്നു. അവരത് ഏറ്റെടുത്തിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും സിസ്റ്റർ നമുക്ക് ചെയ്യാം, നമുക്ക് ഈ അമ്മച്ചിക്ക് വീട് വെച്ച് കൊടുക്കാം, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. ശരി, ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം, അതാണ് നമ്മളൊരു വെല്ലുവിളിയായിട്ട് എടുക്കുക. അപ്പോൾ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവരവർക്ക് കഴിയുന്നത് അവരവർ ചെയ്യുക, ഉള്ളവനുള്ളതില്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുക, നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് ഞങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ വന്നു എൻ്റെ സഹപ്രവർത്തകരോട് പറയുന്നു, കോൺവെൻറ്റിൽ ഞങ്ങൾ സിസ്റ്റേഴ്സുമായിട്ട് പങ്കുവച്ചു. എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വന്നു, കാരണം അവിടെയുള്ള യൂണിറ്റ് ലീഡേഴ്സും പങ്കെടുത്തു, യുവജനങ്ങളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോരോ വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള എൻ്റെ കൂടെയുള്ള സിസ്റ്ററും കൂടി ഞങ്ങൾ തീരദേശത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നു. ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒത്തിരി പേര്, പാവപ്പെട്ട ജനങ്ങളാണെങ്കിലും എല്ലാവരും പങ്കുവയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഒരു വീട് തുടങ്ങാനായിട്ടുള്ള ഒരു 15,000 രൂപ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അത് ഞങ്ങൾ കൊണ്ടുപോയി കൈമാറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പണി ചെയ്ത് എനിക്ക് ആ വർഷം ട്രാൻസ്ഫറായിട്ട് വരണമായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് ഇടവകക്കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് ആ വീട് പൂർത്തിയാക്കി. ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ പാല് കാച്ചാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവർ പാല് കാച്ചി അച്ഛൻ വന്ന് വെഞ്ചിരിച്ച് അങ്ങനെ ആ വീട്ടിൽ അമ്മച്ചിയെ കയറ്റിയതിന് ശേഷം അവരെന്നെ വിട്ടുള്ളൂ. അപ്പോൾ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അസാധ്യമായ കാര്യം ദൈവം സാധ്യമാക്കി എന്നുള്ളൊരു വിശ്വാസം, അതും ഏറ്റവും പാവപ്പെട്ട ഒരു ഏരിയയിലാണ്, സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന കൂലിപ്പണിക്കാരായിട്ടുള്ള ഒരു ജീവിക്കുന്ന ഒരു യൂണിറ്റിൽ ഇത് സംഭവിച്ചു. അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് ഒത്തിരി ശക്തി കിട്ടി. ഇങ്ങനെ ഇത് സാധിക്കും, കൂട്ടായ്മയുടെ എൻ്റെ ആശയം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ ഇടപെടലിൽ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ വന്നപ്പോൾ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ, കാരണം ഒത്തിരി വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഇവിടെ ടൗൺ ഇങ്ങനെ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഒത്തിരി ഇതാണ്, നമ്മൾ ഫ്രീ ആണ്, ഒരു ഗ്രാമീണ അന്തരീക്ഷവും തീരദേശത്തൊക്കെ പെട്ടെന്ന് പോകാനും ജനങ്ങളായിട്ട് കോണ്ടാക്ട്, ഒരു പീപ്പിൾ ഓറിയൻറ്റഡ് മിഷനായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായൊരു അവസ്ഥയാണ് കൊച്ചിയിൽ. പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ജനങ്ങളുമായിട്ട് കണക്ഷൻ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി എനിക്ക്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചെയ്തു, ദൈവമേ ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യും, പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കാൻ തുടങ്ങി. എനിക്ക് 80 കുട്ടികളായിരുന്നു ഫസ്റ്റ് എൻ്റെ ക്ലാസ്സിൽ. അങ്ങനെ ഇരുന്ന് ആ വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം വന്നപ്പോൾ, ആദ്യത്തെ വർഷം ഞാൻ ഇവരെ പഠിക്കുകയും ഈ പ്രദേശത്തെ പറ്റി പഠിക്കുകയും ജനങ്ങളെ പറ്റി പഠിക്കുകയും BCCയിലൊക്കെ പോകുമായിരുന്നു, പങ്കെടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ.
അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ വന്നപ്പോൾ ഞങ്ങൾക്ക് പ്ലാറ്റിനം ജൂബിലി വന്നു, സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്ലാറ്റിനം ജൂബിലി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ കുട്ടികളുടെ വീടുകൾ ചെന്നപ്പോൾ തിരുവനന്തപുരത്തേലും ശോചനീയമായ അവസ്ഥയിലാണ് കൊച്ചിയിൽ എനിക്ക് കാണാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലമുണ്ട് ആൾക്കാർക്ക്, കുറച്ചും കൂടിയൊക്കെ ഫ്രീ ആണ്, ഗ്രാമീണ അന്തരീക്ഷം, കുട്ടികളൊക്കെ കുറച്ചും കൂടിയൊക്കെ സേഫും കൂട്ടായ്മയൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒത്തിരി കൺജസ്റ്റഡ് ഏരിയ. പക്ഷെ കുട്ടികൾ വരുന്നത് നമ്മളുടെ ചെല്ലാനം പഞ്ചായത്തിൽ നിന്നൊക്കെ തീരദേശത്ത് ഒത്തിരി പേര് വളരെ അടിസ്ഥാന സൗകര്യം കുറഞ്ഞ അവസ്ഥയിൽ നിന്ന് വരുന്നു. അതെന്നെ ഒത്തിരി വേദനിപ്പിച്ചു, കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചു. അപ്പോഴാണ് ഈ പ്ലാറ്റിനം ജൂബിലി വന്നത്. പ്ലാറ്റിനം ജൂബിലി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ ആഘോഷിക്കുന്നത്, വലിയ വലിയ ആശയങ്ങളൊക്കെ ആയിട്ട് ഓരോ തലങ്ങളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എനിക്കൊരാഗ്രഹമുണ്ട്, ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു, നമ്മുടെ സ്ഥാപനം ആഘോഷിച്ചു എന്നതിന് തെളിവായിട്ട് ഒരു അടയാളമായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ഭവനരഹിതരായ ഒരു കുട്ടിക്ക് ഒരു വീട് വെച്ച് നൽകണം. അപ്പോൾ ആ വീടായിരിക്കണം നമ്മൾ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു എന്നുള്ളതിനൊരു അടയാളമായിട്ട് ഇവിടെ നിക്ഷേപിക്കേണ്ടത്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. അത് എങ്ങനെ സാധിക്കും, സംതിങ് ഇമ്പോസിബിൾ തിങ് സിസ്റ്റർ പറയുന്നത്. അത് സ്റ്റാഫ് റൂമിൽ പറഞ്ഞപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല, മാനേജ്മെൻറ്റിൽ അവതരിപ്പിച്ചപ്പോഴും അവർക്കും ഇതൊന്നും അത്ര യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്ന് തോന്നില്ല. വളരെ ബുദ്ധിമുട്ടുകളും വളരെ കൂടുതൽ പ്രതിസന്ധികളും ഒക്കെ ആയിട്ടുള്ളൊരു പ്രതികാരമാണ് ലഭിച്ചത്. PTA പറഞ്ഞപ്പോഴും അതെങ്ങനെ ആരെ തിരഞ്ഞെടുക്കുകയോ എങ്ങനെ ചെയ്യുമോ അതൊക്കെ പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഓൾറെഡി ഞാൻ വിഭാവനം ചെയ്ത് കഴിഞ്ഞു, അത് ഓൾറെഡി യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പക്ഷെ അത് മറ്റുള്ളവരെ ധരിപ്പിക്കാനും മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുമാണ് എനിക്ക് ഒത്തിരി ഇതായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ ആ കാര്യം വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോയി, എവിടെയൊക്കെ അവസരം കിട്ടി അവിടെയൊക്കെ അത് അവതരിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ആ വർഷം ഇങ്ങനെ, അപ്പോൾ ആരെ തിരഞ്ഞെടുക്കുക, എങ്ങനെയാണ് നമ്മൾ ഇത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു ക്ലാരബിനി എന്ന് പറഞ്ഞ കുട്ടിയുടെ അപ്പം മരിക്കാനിടയായി. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് അയാൾ മരിച്ചത്. അപ്പോൾ ഒക്കെ ചെന്നപ്പോൾ അവരുടെ കൂട്ടുകാരന്മാരൊക്കെ ഭയങ്കര കരച്ചിൽ, ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിംഗ് ഈ കൂട്ടുകാരന്മാർക്ക് ഇയാളോട് ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അവിടെ വെച്ച് തോന്നാണ് ഇവരാണ് ഇതിന് അർഹത ഉള്ളവർ. കാരണം നല്ല കൂട്ടുകാരന്മാർ, നല്ല മനുഷ്യനും. കാരണം ഇത്രയധികം കൂട്ടുകാരന്മാർ വന്ന് കരയണ ഒരു 40 വയസ്സായ ഒരാൾക്ക് വേണ്ടിയിട്ട് അയാളോടൊപ്പം പ്രവർത്തിക്കുന്ന കൂട്ടുകാരന്മാരുടെ സുഹൃത്തുക്കൾ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ഒരു കൂട്ടായ്മയുള്ളൊരു സമൂഹമാണ് ഇവിടെയുള്ളത്. അങ്ങനെയാണ് ഞാൻ ആ വീട് അവിടെ 7 കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടിൽ കയറി ചെന്ന് ഈ കുട്ടിയെ കാണാനും അമ്മ. അപ്പോൾ അവർ ഒറ്റ മുറിയിലാണ് അവർ കഴിയുന്നത്. അപ്പോൾ 3 വീട്ടുകാർ ഒരു വീട്ടിൽ താമസിക്കുക, ഒരേ മുറിയിലാണ് ഇവർ, അടുക്കള ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു സ്വന്തമായിട്ട് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്ഥലമുണ്ട്, മുറ്റം ഇവർക്കുള്ളതാണ്. അപ്പോൾ ഞാൻ അവരുടെ ബെന്നി എന്നായിരുന്നു അയാളുടെ പേര്, അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഒരു വീട് വേണമെന്നായിരുന്നു. അങ്ങനെ ഈ വീട് ഷീറ്റിട്ട വീടായിരുന്നു. ആ വീട്ടിൽ വെള്ളം ചോർന്നപ്പോൾ ഇയാൾ കയറി ഇത് അടയ്ക്കാനായിട്ട് നോക്കിയപ്പോഴാണ് അയാൾക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഹാർട്ട് അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലിക്കുമ്പോൾ അയാൾ മരിച്ചു പോയത്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് സാധിക്കാത്ത ഒരു സ്വപ്നം നിക്ഷേപിച്ചിട്ടാണ് അയാൾ പോയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ കുടുംബത്തെ കണ്ടു. 8ാം ക്ലാസ്സിലായിരുന്നു അന്ന് ക്ലാരബിനി പഠിക്കുന്നത്. അനിയൻ കൊച്ചുണ്ട്, ഈ അമ്മയുണ്ട്, ഈ ചെറുപ്പം വിധവ. തീരദേശത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും ഒരു ചെറുപ്പം സ്ത്രീക്ക് അവിടെ സേഫായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല, അടച്ചുറപ്പില്ലാത്ത സിറ്റുവേഷനിൽ. അപ്പോൾ അങ്ങനെ കടലിനോട് ചേർന്നുള്ള ഇങ്ങനെ കടപ്പുറത്ത് തന്നെയാണ് ഈ വീട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു 30ൻ്റെ അന്ന് 30 കഴിഞ്ഞ് പിറ്റേ ദിവസം വീടിന് കല്ലിടണം, അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിതൊക്കെ പറയുമ്പോഴും എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ എല്ലാം സാധ്യമാക്കുന്ന ഒരാളുണ്ട്, എൻ്റെ ഈശോയുടെ നാമത്തിൽ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു 30 കഴിഞ്ഞ് പിറ്റേ ദിവസം കല്ലിടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി എൻ്റെ ഉള്ളിൽ ഞാൻ ഈശോയോട് പറയും, ഈശോ അതേത് ചതിക്കരുത്, എൻ്റെ നാമത്തിൽ പറഞ്ഞേക്കണേ, കാര്യം ചെയ്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ തമ്മിൽ ഒരു ഭയങ്കര ഒരു ഡയലോഗുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ, ആ ഒരു വിശ്വാസത്തിൽ ഞാനിത് പറയുന്നു. പിന്നെ ഞങ്ങൾ കടം വാങ്ങിയിട്ടാണ് 30 കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ വീട് പണി കൊണ്ടുപോയി 50,000 രൂപ കൈ കൊടുത്ത 25 രൂപ ഞങ്ങളുടെ തന്നെ ചാപ്പലിനായിട്ടുള്ളൊരു ഫാദർ ജോണി ഉണ്ടായിരുന്നു, ഫ്രാൻസിസ്കൻ. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യണം. ഇപ്പോൾ കൊച്ചിയിലുള്ളത് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് വീടില്ലാത്ത ഒത്തിരി പേരുണ്ട്, അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു കുട്ടി ഇങ്ങനെ ഇത് സംഭവിച്ചു, അപ്പം മരിച്ചവർക്ക് വീടില്ല. അപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് 30 കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പോൾ സിസ്റ്റർ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇല്ലില്ല, എനിക്ക് ആ ദിവസം തന്നെ ചെയ്യണം, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അതെൻ്റെ ഒരു വലിയൊരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പിന്നെ തട്ടി കൊണ്ട് എനിക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉടനെ അത് ചെയ്തിരിക്കണം.
അത് എൻ്റെ ഈശോ അത് നടത്തി തരുകയും ചെയ്യും. നമ്മുടെ മനസ്സിലുദിക്കുന്ന ആശയം വചനമാംസമാവുന്നു എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് അനുഭവിക്കാം. അവൻ്റെ നാമത്തിൽ നമ്മൾ ചിന്തിക്കുക, അവൻ്റെ നാമത്തിൽ നമ്മൾ സംസാരിക്കുക, അവൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ വചനമാംസമാവുന്നൊരു അനുഭവമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പറയുകയും ചെയ്തു. അച്ഛന് അത് അതിശയായി. അച്ഛൻ വേഗം 25,000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു ശരി കൊണ്ടുപോയി തുടങ്ങും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ സുപ്പീരിയറും കൂടിയാണ് പോയത്. എൻ്റെ സുപ്പീരിയർ സിസ്റ്റർ ഏലീശോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സിസ്റ്ററിനും അതിശയം തോന്നി, അച്ഛനിങ്ങനെ ചെയ്തു. അപ്പോൾ സിസ്റ്ററും കോൺവെൻറ്റിൽ വന്നിട്ട് പറഞ്ഞു ശരി എന്നാൽ നമുക്ക് ഇത് ലിസിയുടെ ഒരു ആഗ്രഹമല്ല, ഒരു ആശയമല്ല, അത് നടക്കട്ടെ എന്ന് പറഞ്ഞു 25 റുപ്പീസ് എനിക്ക് 1000 തന്നു. അങ്ങനെ 50,000 രൂപ വെച്ചിട്ട് ഞങ്ങൾ തുടങ്ങുന്നു. സിസ്റ്റർ ഒരു യങ് സിസ്റ്ററായി ഇവിടെ വന്നപ്പോൾ തന്നെ എന്ത് നല്ല ചുറുചുറുപ്പും നല്ല ആത്മീയതയുമുള്ള ഒരു സിസ്റ്ററായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ അധിക സംതൃപ്തിയും സന്തോഷവും കൊള്ളുന്നു. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ നൂതനമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഞങ്ങൾ ഈ സിസ്റ്ററിന് ദൈവികമായ ഒരു അരൂപി പ്രത്യേകമായി ദൈവം കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹൗസ് ചലഞ്ച് എങ്ങനെ സക്സസ്ഫുൾ ആകുമെന്നുള്ള ഒരു ഇതിൽ എനിക്ക് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. എങ്കിലും ദൈവം വിളിച്ചതാണെങ്കിൽ അത് നിവൃത്തിയാക്കും എന്നുള്ള ഒരു ധൈര്യവും ഉണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പ്രാർത്ഥന ആവശ്യമായി ചോദിക്കുമായിരുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക എന്നൊരു ചടങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ആ സമയത്ത് ഞാൻ ആ സിസ്റ്ററിൻ്റെ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി ഈശോയുടെ കാഴ്ചവെക്കുമായിരുന്നു. അങ്ങനെ ഇത് പ്രോഗ്രസ് ചെയ്ത് ഇപ്പോൾ ഒരു 60 വീട് വരെ എത്തിയിരിക്കുന്നു. ചുറുചുറുപ്പും ഉള്ള ആ സിസ്റ്ററിനെ സഹായത്തിനായിട്ട് ദൈവിക അരൂപിയിൽ കൂടി കൊന്ത പിടിച്ചിട്ടല്ലാതെ ആൾ എന്തിനെങ്കിലും പോവില്ല. പരിശുദ്ധ കുർബാനയെ സന്ദർശിച്ച് അനുഗ്രഹം നേടിയിട്ടാണ് സകല കാര്യങ്ങളിലും ആൾ പ്രവർത്തിക്കുന്നത്. ആ സിസ്റ്ററിൻ്റെ ഈ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഞങ്ങളുടെ കോൺവെൻറ്റും വളരെ തൃപ്തിയുണ്ട്. ഞങ്ങൾ അതിനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സും ഇതിനായി പ്രത്യേകമായി ഈ സംരംഭത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ പലർക്കും ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് ഈ ഫണ്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണെന്നുകൊണ്ട് പലരും പുറകിലേക്ക് വലിയുന്നു. സിസ്റ്റർ ഇത്ര ലാഘവത്തിൽ ഇത്രയധികം വീടുകൾ, വളരെ മനോഹരമായ വീടുകൾ പണിതു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ട് സമാഹരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പല രീതിയിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നതെന്നൊന്ന് പങ്കുവച്ചാൽ എനിക്ക് തോന്നുന്നത് കുറേയും കൂടി ആളുകൾക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മാതൃകയാക്കാമെന്ന് തോന്നുന്നു. ആദ്യത്തെ വീട് വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ലിറ്റററി ഒരു ബെഗറായിട്ട് പലപ്പോഴും എനിക്ക് അതൊരു അനുഭവം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വീട് പണി പുരോഗമിച്ചു വന്നപ്പോൾ ഇത് സാധനങ്ങൾ വാങ്ങാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കടകൾ തോറും, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയത്ത് ഏപ്രിൽ മെയിലാണ് ഏറ്റവും പീക്ക് ടൈമായിരുന്നു വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എനിക്ക് ഈ വീട് പണിന്ന് അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഊണും ഉറക്കമില്ല. 24 എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥനയിലും പ്രവർത്തനം ഒക്കെ ഈ ചിന്തയാണ്, വീട് പൂർത്തിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഇറങ്ങി നടക്കുമായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ. പലപ്പോഴും ചിലപ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ കൂടെ വരുവാനായിട്ട് മടിയായിരിക്കും. കാരണം അത്രയും ഒരു ബെഗറായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ചിലവർ സന്തോഷമായിട്ട് തരും. 10 രൂപ തന്നവരുണ്ടാവാം, 5 രൂപ തന്നവരുണ്ടാവാം, 100 രൂപ തന്നു. അങ്ങനെ പലരും ആദ്യമൊക്കെ ശരിക്കും ഞാനിങ്ങനെ കടകൾ കയറി ഇറങ്ങി ഓരോ വ്യക്തികളോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപരന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ അപ്പോൾ പലരും എന്നോട് ചോദിക്കും, അയ്യോ സിസ്റ്റർ എങ്ങനെയാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, ഇത് സമ്മതിക്കണം ലിസീന എന്നൊക്കെ പറഞ്ഞ് പല രീതി. അപ്പോൾ എനിക്ക് അതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല, അപരന് വേണ്ടിയിട്ട് ഒരു ബെഗറാവാന്ന് പറഞ്ഞാൽ അതൊരു സുഖമാണ് എനിക്ക് തോന്നിയത്. ആദിമ ക്രൈസ്തവ കൂട്ടായ്മയുടെ ആ ശൈലി വെച്ചിട്ടാണ് നമ്മൾ ഈ വീട് പണി ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളതില്ലാത്തവരുമായിട്ട് പങ്കുവെച്ചു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ നമ്മളുടെ കയ്യിലെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വിഭവങ്ങൾ ദൈവം ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തൊഴിൽ ചെയ്യാനായിട്ട് കഴിവുള്ളവർ അവരുടെ സേവനം ഇതിന് വേണ്ടിയിട്ട് സംഭാവന നൽകുന്നു. അതുപോലെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുള്ളവർ, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിവുള്ളവർ അവരുടെ ഐഡൻറ്റിറ്റി അവരിതിന് വേണ്ടിയിട്ട് ഇടപെടലിലൂടെ നിറവേറ്റുന്നു. അതുപോലെ മെറ്റീരിയൽസ് നൽകുവാനായിട്ട് കഴിവുള്ള ബിസിനസ്സുകാർ, പല ഒരു മേഖലയിലുള്ള ആൾക്കാർ അവർ മെറ്റീരിയലായിട്ട് നൽകുന്നു.
അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് കഴിവുള്ളവർ സാമ്പത്തികമായിട്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കൂലിപ്പണിക്കാരൻ മുതൽ വലിയ വ്യവസായികൾക്ക് വരെയും ജനകീയമായിട്ട് ഉള്ളൊരു പങ്കാളിത്തം ത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ ഹൗസ് ചാലഞ്ച് എന്ന് പറയുന്നത്. ആ വീട് പണി പൂർത്തിയായപ്പോഴേക്കും ജനപ്രതിനിധികൾ വന്ന് കണ്ടു, മറ്റു ആൾക്കാർ കണ്ടു, മാധ്യമങ്ങൾ ഇത് ഞങ്ങളുടെ ഒരു കുട്ടിയുടെ ഫാദർ മീഡിയ ഇതിലുണ്ടായിരുന്നു, മാധ്യമം പത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ വാർത്ത വന്നത് മാധ്യമം അത് കണ്ടിട്ട് പിന്നെ സൂര്യ ടി വിക്കാർ ആ വർഷത്തെ ക്രിസ്മസ് സന്ദേശം ഇതായിട്ടാണ് കൊടുത്തത്. അങ്ങനെ പല രീതിയിൽ പിന്നെ മീഡിയ ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. സിസ്റ്ററായിട്ട് ഞാൻ ഈ സ്കൂളിൽ വെച്ചാൽ പരിചയപ്പെടുന്നത്. എൻ്റെ 2 പിള്ളേർ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എനിക്ക് ഇവിടെ വന്ന ശേഷം സിസ്റ്ററായിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യം വന്നു. പിന്നെ കൂടുതലും എൻ്റെ കുടുംബപരമായിട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങളും എനിക്ക് ക്യാൻസറായി അങ്ങനെയുള്ള അസുഖങ്ങളുമായിട്ട് അലഞ്ഞ് ഞാൻ മാനസികമായിട്ട് വിഷമിച്ച് ബുദ്ധിമുട്ടായ രീതിയിൽ നിൽക്കുമ്പോൾ സിസ്റ്ററിൻ്റെ സഹായമായി ഈ സ്കൂളിലേക്ക് എന്നെ വിളിപ്പിക്കുന്നതും സിസ്റ്റർ ഈ മഠത്തിലുള്ള സിസ്റ്റേഴ്സും എല്ലാവരും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ ചേർന്നാണ് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത്. ആദ്യം പിന്നെ സിസ്റ്റേഴ്സ് മുൻകൈ എടുത്താണ് എനിക്ക് വീട് വെക്കാനുള്ള സഹായങ്ങൾ. എനിക്ക് എൻ്റെ ഭാര്യയുടെ അവകാശമായിട്ട് ഒരു 1.5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, എനിക്ക് അതിന് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ്, അപ്പോൾ എനിക്ക് വീട് വെക്കാനുള്ള ഒരു സഹായം സിസ്റ്റർ തരാൻ ഈ മഠത്തിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ പിള്ളേരുടെ തുച്ഛമായ വരുമാനവും തുച്ഛമായ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് എനിക്കൊരു വീട് വെച്ച് തന്നത്. അത് 2 മുറി അടുക്കള നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് സിസ്റ്റർ വെച്ചത്. 2 പെൺപിള്ളേർ വലുതായി തന്നെ എന്നുള്ള ഒരു ഇത് സിസ്റ്ററിൻ്റെ ഇന്നും എനിക്കും മാനസികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള വീടുകളാണ് സിസ്റ്റർ വെച്ച് തന്നത്. പിന്നെ എൻ്റെ അസുഖങ്ങളും ഭാര്യയുടെ അസുഖങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കിയത് സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. എനിക്ക് ക്യാൻസറിൻ്റെ അസുഖമായിരുന്നു. ഞാൻ 2 തവണ ക്യാൻസർ വന്ന് ഞാൻ ഈ ലോകത്തോട് വിട പറയുമെന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ ഈ ലിസി സിസ്റ്ററും ഇവിടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ കാരുണ്യവും പ്രാർത്ഥനയുമാണ് എന്നെ ഇങ്ങനെ നിൽക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായത്. ആ സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും. പിന്നെ എനിക്ക് എൻ്റെ അസുഖം മാറാനുള്ള എനിക്ക് മാനസികമായിട്ടൊരു ഉണർവ് തന്ന സിസ്റ്റേഴ്സാണ്. ലിസി സിസ്റ്ററും ഈ മഠത്തിലുള്ള സിസ്റ്റേഴ്സുമാണ് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചത്. ഈ നിലയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയത് തന്നെ ആ സിസ്റ്ററിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നും സിസ്റ്റേഴ്സിനുണ്ടാവട്ടെ. ഇതിന് മുൻപ് ഇപ്പോൾ നമ്മൾ 50-60 വീടുകൾ, ഇപ്പോൾ ഈ പണിത ഈ ഭവനങ്ങൾ സിസ്റ്റർ അവിടെ ഇടയ്ക്ക് പോകാറുണ്ടോ, അവരെ സന്ദർശിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവരുടെ അനുഭവം അവരൊക്കെ സിസ്റ്ററിനെ വന്ന് കാണാറുണ്ടോ, അവരുടെ സന്തോഷം, ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഒരു സ്വപ്ന ഭവനം അവർക്ക് കിട്ടിയപ്പോൾ എന്താണ് അവരുടെ വികാരങ്ങൾ അവർ സിസ്റ്ററായിട്ട് പങ്കുവയ്ക്കാറുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ പിന്നെ വീടുകൾ വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുള്ളൂ. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും അപരന് കൊടുക്കുമ്പോൾ ബെസ്റ്റ് കൊടുക്കണം. പാവങ്ങളെ ദൈവം സമൂഹത്തിൽ ദൈവം സൃഷ്ടിച്ചതല്ല, നമ്മുടെ കൂടെ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർ നമ്മൾക്ക് വേണ്ടാത്തത് സ്വീകരിക്കാനായിട്ടല്ല. അതായത് നമുക്ക് പലരുണ്ട്, നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ടാത്തത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ശീലം പല പാരൻസ് പഠിപ്പിക്കുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണം, ഇപ്പോൾ വസ്ത്രങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പഴയത് കൊടുത്തഴിക്കുന്ന ഒരു ശീലമുണ്ട്. അത് ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെയല്ല. എപ്പോഴും അപരന് കൊടുക്കുമ്പോൾ ബെസ്റ്റ് കൊടുക്കണം. അതെൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനും അമ്മേനെ പഠിപ്പിച്ചതാണ്. നമ്മൾ എപ്പോൾ കൊടുക്കുമ്പോഴും പകുത്ത് നൽകണം, നമ്മളിൽ ഉള്ളതിൻ്റെ ഒപ്പം കൊടുക്കുക. അപ്പോൾ ആ ഒരു ശീലമുണ്ട്. അത് കൊടുക്കുമ്പോൾ ബെസ്റ്റ് കൊടുക്കണമെന്ന് എൻ്റെ അപ്പനും അമ്മേനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഇത് തന്നെ എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നു. എപ്പോൾ കൊടുക്കുമ്പോഴും ബെസ്റ്റ് കൊടുക്കണം. അത് കാരണം വീട് കൊടുക്കുമ്പോഴും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ മെറ്റീരിയൽ വാങ്ങാൻ ചെല്ലുമ്പോൾ ചില കടക്കാർ പറയും, എൻ്റെ സിസ്റ്ററെ പാവപ്പെട്ടവർക്ക് വീട് ഇത്രയും നല്ല സാധനം വേണോ, ഇത്രയും നല്ല പെയിൻറ്റ് വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയും സോറി, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. കാരണം പാവപ്പെട്ടവനൊരു വീട് വയ്ക്കുമ്പോൾ അവന് എപ്പോഴും മെയിൻ്റനൻസ് നടത്താൻ സാധിക്കില്ല. മറ്റുള്ളവർക്കൊരു കടയുള്ള ഒരു പെയിൻറ്റ് കടക്കാരന് ചിലപ്പോൾ അത് എപ്പോഴും എല്ലാ വർഷവും മെയിൻ്റനൻസ് നടത്താൻ പെയിൻ്റ് അടിക്കാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ കൊടുക്കുമ്പോൾ ബെസ്റ്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വെച്ച വീടുകളെല്ലാം ഇപ്പോഴും നല്ല പുതുമയോടുകൂടി നിൽക്കുന്നു. അപ്പോൾ ആ കിട്ടുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു അവസ്ഥയിൽ അവരാവാണ്. പെട്ടെന്ന് അവരുടെ ആ സ്റ്റേറ്റസ് അങ്ങ് മാറും. നല്ലൊരു വീട്ടിൽ ജീവിക്കുമ്പോൾ അവരുടെ സന്തോഷം, അതുവരെ ഉണ്ടായിരുന്ന ഒരു അപകർഷാബോധം ഇതൊക്കെ മാറുന്നു. അവിടുത്തെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്നു അഭിമാനത്തോടു കൂടി. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും, ടു പ്രൊമോട്ട്
ഹ്യൂമൻ ബീയിങ്സ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് സെക്യൂരിറ്റി. ഒരു സുരക്ഷിതത്വവും അഭിമാനവും അവർക്ക് ആ ഒരു നല്ല ഭവനത്തിലൂടെ കൈവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ സന്തോഷമുണ്ട്. ചിലപ്പോൾ ചില വീട്ടുകാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് പറയും സിസ്റ്ററെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളെവിടെയോ ഹോട്ടലിൽ എവിടെയോ പോയി താമസിക്കുന്ന പോലെ ഇത് ഞങ്ങളുടെ വീടാണോ എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. ഞാൻ പറയും ഒന്നും വേണ്ട, ഈശോയ്ക്ക് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ ഇനിയും അനേകം ഭവനരഹിതരുണ്ട്, അവർക്ക് ഭവനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് പലപ്പോഴും പിന്നെ എപ്പോഴും അവർ വിളിക്കാറുണ്ട്, പലപ്പോഴും അവരുടെ ഒരു ദിവസം ക്രിസ്മസ് വന്നാൽ ഓണം വന്നാൽ വിശേഷങ്ങളിലൊക്കെ വന്നിട്ട് സിസ്റ്ററെ ഓടി വരണം, ഞങ്ങളുടെ കൂടെ വരണം എന്നൊക്കെ പറയും. പക്ഷെ പലപ്പോഴും എനിക്ക് സമയം കിട്ടാറില്ല, അവരായിട്ട് ഫോണിലൂടെ കോൺടാക്റ്റ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് വെച്ച് കൊടുത്തു, ഒരു കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് ഞാൻ അങ്ങനെ പോയിട്ട് ഉദ്ദേശിച്ചില്ല. കാരണം അത് അവർ പലർക്കും അത് ഫീൽ ചെയ്യും, ഓ ഇങ്ങനെ ആകട്ടെ. അവർ ഒരു കാരണം കൊണ്ടും അവരങ്ങനെ വിചാരിക്കരുത്. അത് അവർക്ക് അർഹതപ്പെട്ടത് അവരുടെ ദൈവം കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ആ പേരും പറഞ്ഞിട്ട് ക്ലെയിം എനിക്ക് അതൊരു ഭയങ്കര ഒരു ഇതാണ്. കാരണം അത് പിന്നീട് അവർക്ക് വിഷമം തോന്നരുത്. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തു എന്നുള്ളതല്ല, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സമ്മാനം. അതുപോലെ ഞങ്ങൾ ദാനം എന്ന് പറയില്ല, ഞങ്ങൾ പറയും സമ്മാനം. ദൈവം നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്ന സമ്മാനം നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കുടുംബത്തിനും, ഞാനല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് കിട്ടും. അപ്പോൾ അതിൽ സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ ഒരു നിർബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മദ്യപാനികൾക്ക് ഒക്കെ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കില്ല. അപ്പോൾ കുടി മാറ്റിയാൽ വീട് വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു 4 കുടുംബങ്ങളോളം ഞങ്ങൾ ഇതിലേക്ക് വരും. ഞങ്ങൾ സ്കൂളിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഒക്കെ മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭവനരഹിതർ ഇല്ലാത്ത കേരളം മാത്രമല്ല, മദ്യം മയക്കുമരുന്ന് ഉപേക്ഷിക്കുക. അപ്പോൾ മദ്യവിമുക്ത അതുപോലെ കുടുംബങ്ങളെ സൃഷ്ടിക്കാമെന്നും കൂടി ഞങ്ങളുടെ ലക്ഷ്യമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ മദ്യപാനിയാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ അപ്പം മദ്യപാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ സ്കൂളിൽ ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സെല്ല്. അപ്പോൾ എല്ലാ ഫ്രൈഡേ അതിൽ വന്ന് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത് ഒരു 1 ഇയർ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് മദ്യവിമുക്തനായെങ്കിൽ മാത്രമേ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങളതൊരു ചലഞ്ചായിട്ട് അവരോട് പറയും, ശരി നിങ്ങൾ വന്ന് കുടി മാറട്ടെ, കുടി മാറി എനിക്ക് നിങ്ങൾ കുടി മാറിയെന്ന് തെളിഞ്ഞ് കുടുംബത്തിൽ സമാധാനമായിട്ട് ജീവിക്കാമെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു സമ്മാനമായിട്ട് ഞങ്ങൾ വീട്. അപ്പോൾ അങ്ങനെ 4 കുടുംബങ്ങളെ ഞങ്ങൾക്ക് അങ്ങനെ രക്ഷിക്കാൻ പറ്റി. അല്ലാതെ നമ്മൾ ചുമ്മാ പോയിട്ട് നീ കുടിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരുടെ സാഹചര്യം വളരെ മോശമാണ്. ഒട്ടും അടിസ്ഥാന സൗകര്യമില്ലാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ കൊതുകും പ്രശ്നങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങണമെങ്കിൽ പകൽ ജോലിക്ക് പോകേണ്ടതാണ്. ചിലപ്പോൾ അവർ ഒരു സ്മോളൊക്കെ അടിച്ചിട്ടായിരിക്കും വന്ന് കിടക്കുന്നത്. പക്ഷേ അവരുടെ സാഹചര്യം മാറ്റി നീറ്റായിട്ടൊരു അടിസ്ഥാന സൗകര്യമുള്ള നല്ലൊരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അവൻ തന്നെ മാറും. അപ്പോൾ ഞാൻ പറയുമ്പോൾ കുടിക്കരുതെന്ന് പറയുമ്പോൾ അത് എൻ്റെ സഹോദരനോട് പറയുന്ന പോലെ എനിക്ക് പറയാൻ സാധിക്കും, അവരത് അംഗീകരിക്കും. അവർ മദ്യം ഉപേക്ഷിക്കുന്ന ഒത്തിരി കേസുകൾ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്.